ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21-22 പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഫോമുല പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി എന്നിരിക്കട്ടെ. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് നമുക്കറിയാം. ഇവിടെ നിന്ന് ടേം ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഇതിന് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. അതായത് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ മനസ്സിലായല്ലോ? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസിന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. T1, T2, T3, T4 എക്സെട്ര അപ് ടു Tn വരെ n ടേംസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ടേം ഡിഫറൻസ് ബിറ്റ്വീൻ n ആൻഡ് 1 എടുക്കാൻ പോവുകയാണ്. nth ടേമും T1ഉം തമ്മിലുള്ള ടേം ഡിഫറൻസ് എടുക്കാൻ പോവാം. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് വരുന്നത്? ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു Tn മൈനസ് T1 വിച്ച് ഈസ് ഈക്വൽ ടു പൊസിഷൻ. ഇവിടെ nth പൊസിഷനാണ്, ഇവിടെ ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ nth ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. അവിടെ നിന്ന് നമുക്ക് n-1 എങ്ങനെ എഴുതാം? n-1 ഈക്വൽ ടു Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? n-1 ഈക്വൽ ടു Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ ഡി. അവിടെ നിന്ന് nth പൊസിഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? nth പൊസിഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Tn മൈനസ് T1, ആ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതിയാവും. എന്ത് കിട്ടാനായിട്ട്? nth പൊസിഷൻ കിട്ടാനായിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതെന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോമുല നോക്കി വെച്ചോ, ഈ രണ്ട് ഫോമുലയും. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഫോമുല നമുക്കറിയാം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അവിടെ നിന്ന് ടേം ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് കിട്ടി. ദെൻ ഞാനൊരു n ടേംസ് കൺസിഡർ ചെയ്തു. അവിടെ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം nth ടേം ഡിഫറൻസ് എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി. പൊസിഷൻ എന്ന് പറയുന്നത് nth ടേമിൻ്റെ പൊസിഷൻ n ആണ്, ഫസ്റ്റ് ടേമിൻ്റെത് 1 ആണ്. സോ n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഡി. അവിടെ നിന്ന് n-1 നമുക്ക് എങ്ങനെ എഴുതാം? Tn മൈനസ് T1 ഈ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഡി ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമുല കിട്ടും. ദെൻ അവിടെ നമുക്ക് n കണ്ടുപിടിക്കാം, അതായത് nth പൊസിഷൻ കണ്ടുപിടിക്കാം. Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1 വെച്ചിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓർമ്മയിൽ വെച്ചോളൂ. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. നോക്കിക്കാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 21-നകത്തൊരു പ്രോബ്ലം പറയുന്നുണ്ട്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസ് ഇങ്ങനെയാണ് തന്നേക്കുന്നത്. 90, 28, 37 ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. എന്നിട്ട് ചോദിച്ചേക്കാണ്, ഈസ് 1000 എ ടേം ഓഫ് ദിസ് സീക്വൻസ്. 1000 എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ഒരു പദമാണോ 1000 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് 1000 ഈ ഒരു സീക്വൻസിലെ പദമാണോ അല്ലേ നമുക്ക് അറിയത്തില്ല. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് nth ടേം, ലെറ്റ് ഇറ്റ് ബി nth ടേം ബി 1000 എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 19 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണല്ലേ, 28 സെക്കൻഡ് ടേം ആണ്, 37 തേർഡ് ടേം, അങ്ങനെ എക്സെട്രാ ഞാൻ 1000 nth ടേം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു എന്താണ്
കോമൺ ഡിഫറൻസ് എൻ്റെ ഫോർമുല എന്താ? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിക്കേ, ടി എൻ മൈനസ് ടി വൺ, ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ ടേം ഡിഫറൻസ് ഞാൻ ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ nth ടേമുമായിട്ടുള്ള 1000 എടുക്കുന്നത്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 മൈനസ് 19 ഡിവൈഡ് ഈക്വൽ ടു എന്താണ്? n മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 28 മൈനസ് 19 എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 28 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 9 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 9. അവിടെ നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യും. n നമുക്കൊരു നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? 1000 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ. സോ ഇവിടെ നിന്ന് 1000 മൈനസ് 19 ചെയ്തപ്പോൾ നമ്മൾ 1000 മൈനസ് 19 10, ഇവിടെ 0 ഒന്നും പോകത്തില്ല, ഇവിടെ നിങ്ങളുടെ കട എടുക്കുക. അപ്പോൾ നമുക്ക് 10 ആയി. 10 മൈനസ് 9 1, ഇവിടെ 9 ആവും. 9 മൈനസ് 1 8, ഇവിടെ എത്രയാണ്? 981. അപ്പോൾ എത്ര കിട്ടി? 981 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 9. അവിടെ നിന്ന് 981 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, ഇനി 981 ഡിവൈഡഡ് ബൈ 9 നമുക്ക് ചെയ്ത് നോക്കാം. 981 ഡിവൈഡഡ് ബൈ 9, 1 ടൈംസ് 9 കിട്ടി. അടുത്ത 8 പോകത്തില്ല, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. വീണ്ടും 81നെ താഴോട്ട് ഇറക്കുക. 9 ഇൻറ്റു 9 ആണ് 81 എന്ന് പറയുന്നത്. റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 109 എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ 109 ഈക്വൽ ടു n മൈനസ് 1. അവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 109 പ്ലസ് 1. ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1. അപ്പോൾ എത്ര കിട്ടി? 110. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1000 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ 110ാമത്തെ ടേമാണ്. ടേം ആണോ? ടേം ആണ്. എത്രാമത്തെ പദമാണ്? 110ാമത്തെ പദമാണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കിക്കേ, ചെക്ക് വെദർ 10,000 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസ് ഒന്നുകൂടെ എഴുതാം. 19 28 37 എക്സെട്ര. ഇതിൽ 10,000 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് ടേം ഡിഫറൻസ്. ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് nth ടേം ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേം ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 10,000 മൈനസ് 19 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 9 ആണ്. നമുക്കത് കിട്ടി. ഇനി 10,000 മൈനസ് 19 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 9981. സബ്ട്രാക്ട് ചെയ്താൽ മതി. 10,000 മൈനസ് 19. അപ്പോൾ ഇവിടെ 0 എന്ന് പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടമെടുക്കും. ഇവിടെ 10 ആയി. 10 മൈനസ് 9 1. ഇവിടെ എത്രയായി? 9 മൈനസ് 1 ചെയ്യുമ്പോൾ 8. ഇവിടെ ആൾറെഡി എത്രയുണ്ട്? 9 കിട്ടി. ഇവിടെ എത്രയുണ്ട്? 9. അപ്പോൾ 9981. അപ്പോൾ 9981 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 9. ഓക്കെ, ദെൻ അവിടെ നിന്ന് 9981 ഈ ഇൻറ്റു 9 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1. 9981 ഡിവൈഡഡ് ബൈ 9, 1 ടൈംസ് 9, വീണ്ടും 9നെ താഴെ ഇറക്കുക. 1 ടൈംസ് 9, വീണ്ടും 8 പോകത്തില്ല, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 1 താഴെ ഇറക്കുക. 9 ടൈംസ്. അപ്പോൾ എത്ര കിട്ടി? 1109 ഈക്വൽ ടു n മൈനസ് 1 എന്ന് കിട്ടി. അവിടെ നിന്ന് n ഈക്വൽ ടു 1109 പ്ലസ് 1. ഈ മൈനസ് 1 ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് 1 ആവും. അന്നേരം 1109 പ്ലസ് 1 ഈക്വൽ ടു 1110. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 1110th ടേം ആണ് ഇത് 10,000 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് 101 a term of the arithmetic sequence. A term of an arithmetic sequence
അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഇതാണ് 10, 3, 24, 13, 24, 35 etc. And what about 1001? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് 13, 24, 35 എക്സെട്ര. ഇതിൽ 101 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ പദമാണോ ടേം ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുന്നു, ഇത് nth ടേം ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? 24 മൈനസ് 13. അപ്പോൾ 24 മൈനസ് 13 ചെയ്യുമ്പോൾ 4 മൈനസ് 3 1, 2 മൈനസ് 1 1, 11 കിട്ടുക ആണല്ലോ. ഇനി നമുക്കറിയാം ടേം ഡിഫറൻസ് 101 മൈനസ് 13 ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചത്? n-1 പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് d. 101 നിന്ന് 13 കുറച്ച് 101 മൈനസ് 13 കുറച്ച് 1 നിന്ന് പോകത്തില്ല, ഒന്ന് കടമെടുക്കുക. 11 നിന്ന് 3 പോകുമ്പോൾ 8. ഇവിടെ എത്രയാകും നേരം? 8 അല്ലേ, 9 അല്ലേ, 9 മൈനസ് 1 8. അന്നേരം എത്ര കിട്ടുക നമുക്ക്? 88. അപ്പോൾ 88 is equal to n-1 into common difference 11. Then അവിടെ നിന്ന് n-1 equal to ഈ into 11 equal to ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ആവും. 88 ഡിവൈഡഡ് ബൈ 11. അന്നേരം നമുക്ക് എത്ര കിട്ടും? 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് n-1 ഈക്വൽ ടു 8. അവിടെ നിന്ന് n is equal to 80 മൈനസ് 1 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ +1 ആയി. അന്നേരം എന്ത് കിട്ടി? 9. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ 101 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ 9th ടേം ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. വാട്ട് അബൌട്ട് 1001? 1001 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1001 എങ്ങനെയാ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1001 ഞാൻ nth ടേം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണേ. നമ്മുടെ സീക്വൻസ് ഞാൻ ഒന്നുകൂടെ എഴുതാം. 13, 24, 35 എക്സെട്ര 1001. അപ്പോൾ ഇത് ഞാൻ nth ടേം ആയിട്ട് എടുക്കുവാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. സോ ടേം ഡിഫറൻസ് 1001 മൈനസ് 13 വിച്ച് ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 ആണ്. നമുക്കത് കിട്ടി. 1001 മൈനസ് 13 നമുക്ക് ചെയ്ത് നോക്കാം. 1 നിന്ന് പോകത്തില്ലല്ലോ 3. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടം എടുക്കുമ്പോൾ ഇത് 11 ആവും. 11 മൈനസ് 3 ഈസ് ഈക്വൽ ടു 8. ഇവിടെ എത്രയായി? 9 ആയി. 9 മൈനസ് 1 8. ഇവിടെ എന്തായി? 9 ആയി. 988 ആണ് വരുന്നത് ആണല്ലോ. 988. അപ്പോൾ നമുക്ക് നോക്കാം. 988 ഈക്വൽ ടു n-1 ഇൻറ്റു 11. ഇനി 988 ഡിവൈഡഡ് ബൈ 11 ചെയ്യാം. 11 ചെയ്യുമ്പോഴത്തേക്ക് 98. നമുക്ക് 8 ടൈംസ് 88 ഉണ്ട്. 8 നിന്ന് 8 പോകുമ്പോൾ 0, 9 നിന്ന് 8 പോകുമ്പോൾ 1, 108. 9 ടൈംസ് 99 ഉണ്ടല്ലേ, 99 ഉണ്ട്. ബാക്കി എത്രയാണ് കിട്ടുക? ഇവിടെ 8 നിന്ന് 9 പോകത്തില്ല. നമ്മളിവിടെ നിന്ന് കടം എടുക്കുമ്പോഴത്തേക്കും 18 ആവും. 18 നിന്ന് 9 പോകുമ്പോഴത്തേക്കും 9. അപ്പോൾ 9 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 89 എന്നാണ് ആൻസർ കിട്ടുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു n-1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. n-1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംഖ്യ, പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? എന്നിൻ്റെ വാല്യൂ ഒരു നാച്ചുറൽ നമ്പർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഇതിന്ന് വെച്ച് തന്നെ പറയാം. എന്ന് പറയുന്നത് 1001 എന്ന് പറയുന്നത് എന്തല്ല ഈ ഒരു സീക്വൻസിലെ പദമല്ല. ഈ സീക്വൻസിൽ പദം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇതൊരു പൂർണ്ണസംഖ്യ ആയിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം. പൂർണ്ണമായിട്ട് ഹരിക്കാൻ ഇതിപ്പോൾ നമ്മൾ 988നെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ കിട്ടിയേനെ. അപ്പോൾ ഈ ഒരു കേസിൽ പൂർണ്ണസംഖ്യ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ 1001 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിൽ ടേം അല്ല. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ കുറച്ച് സീക്വൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൽ കുറച്ച് നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സുകൾ തന്നിരിക്കുന്ന സീക്വൻസിൽ ഉൾപ്പെടുന്നവയാണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക്
കൺക്ലൂഡ് ചെയ്യാം ഈ സീക്വൻസ് ആണോ, സീക്വൻസിൽ നമ്പേഴ്സ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 11, 22, 33 എന്ന് പറയുന്ന സീക്വൻസിൽ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 123 ഉണ്ട്, 132 ഉണ്ട്. അപ്പോൾ സിമ്പിൾ അല്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓരോ കേസായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സീക്വൻസ് 11, 22, 33 എക്സെട്ര. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണ് 11, 22, 33. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 22 മൈനസ് 11 എത്ര കിട്ടും? 11 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 132. 132 ഈ ഒരു സീക്വൻസിലെ നമ്പർ ആണോ അല്ലയോ, സീക്വൻസിനകത്ത് ഉൾപ്പെടുന്ന സംഖ്യയാണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ 132നെ ഞാൻ nth ടേം ആയിട്ട് എടുക്കുവാണ്. ഇത് nth ടേം ആണ്. എന്നിട്ട് ഫസ്റ്റ് ടേം ഇതാണ്. അപ്പോൾ നമ്മൾ nth ടേം മൈനസ് ഫസ്റ്റ് ടേം എടുക്കുക, ടേം ഡിഫറൻസ് എടുക്കുകയാണ്. 132 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 11 ആണ്. സോ 132 മൈനസ് 11 ചെയ്യാം. 2 മൈനസ് 1 1, 3 മൈനസ് 1 2, 121. അപ്പോൾ 121 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 11. അവിടെ നിന്ന് നമുക്ക് 121 ഈ ഇൻറ്റു 11 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു n മൈനസ് 1 ആയേ. 121 ഡിവൈഡഡ് ബൈ 11 ചെയ്തേ. 121 ഡിവൈഡഡ് ബൈ 11 ടൈംസ് ആണ് 121 എന്ന് പറയുന്നത്. സോ ഇവിടെ എത്ര കിട്ടി? 11 ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, 11 ഈക്വൽ ടു n മൈനസ് 1. അവിടെ നിന്ന് n ഈക്വൽ ടു എന്താ? ഈ മൈനസ് 1 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും പ്ലസ് 1 ആവും. 11 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 12. നമുക്ക് n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ, ഒരു പൂർണ്ണസംഖ്യയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? 132 എന്ന് പറയുന്നത് ഈ ഗിവൺ സീക്വൻസിലെ ഒരു സംഖ്യയാണ്. എത്രാമത്തെ പദമാണ്? 12ാമത്തെ പദമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 123 ആണ്. സെക്കൻഡ് നമുക്ക് തന്നേക്കുന്നത് 123. 123 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കിക്കേ. അപ്പോൾ 123 നമ്മുടെ സീക്വൻസ് 11, 23, 22, 22, 33 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. 123 ഈ ഒരു സീക്വൻസിലെ പദമാണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ nth ടേം ആയിട്ട് എടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. അങ്ങനെയാണെങ്കിൽ ടേം ഡിഫറൻസ് 123 മൈനസ് 11 ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. അത് 11 ആണല്ലോ. 123 മൈനസ് 11 ചെയ്ത് 3 മൈനസ് 1 2, 2 മൈനസ് 1 1, 112. 112 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 11 ആണല്ലോ. സോ അവിടെ നിന്ന് 112 ഡിവൈഡഡ് ബൈ 11 ഈക്വൽ ടു n മൈനസ് 1. 112 ഡിവൈഡഡ് ബൈ 11 ചെയ്യാം. 1 ടൈംസ് 11 ബാക്കി 2. നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്കൊരു പൂർണ്ണ സംഖ്യയല്ല കിട്ടിയേക്കുന്നത്, അതായത് ഒരു നാച്ചുറൽ നമ്പർ അല്ല നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? അപ്പോൾ നാച്ചുറൽ നമ്പർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ ഗിവൺ സീക്വൻസിലെ നമ്പർ അല്ല 123 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 111/2 ആണ് നമ്മുടെ ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു സീക്വൻസിലെ സംഖ്യയല്ല എന്ത് 123 എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ദ കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എ കോമൺ ഡിഫറൻസ് ഡി. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. n-1 ചെയ്യുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം ഈ ഒരു സീക്വൻസിലെ സംഖ്യ അല്ല ഗിവൺ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാ? 12, 23, 34. അതിൽ 100 ഉണ്ട് 1000 ഉണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ നോക്കിക്കേ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സീക്വൻസ് നമുക്ക് നോക്കാം. 12, 23, 34 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 100 ഇതിലെ ടേം ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 100 എടുത്തു. ഇത് nth ടേം ആയിട്ട് കൺസിഡർ ചെയ്തു. ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 12
which is equal to n minus 1 into common difference. 23 minus 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 11 ആണ് കിട്ടുക ആണല്ലോ. സോ 100 minus 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 88 കിട്ടും. സോ 88 is equal to n minus 1 into 11. അവിടെ നിന്ന് n minus 1 നമുക്ക് എങ്ങനെ എഴുതാടാ? ഈ n minus 1 into 11 equal to ഇപ്പുറത്ത് വരുമ്പോൾ divided by 11 ആവും. divided by 11. So 88 divided by 11 എന്ന് പറയുന്നത് എത്രയാ? 8 അല്ലേ? 88 divided by 11. 8 11s are 88. So ആൻസർ 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് n minus 1 equal to 8 ആയതുകൊണ്ട് തന്നെ n equal to എത്രയാ? 8 plus 1 which is equal to 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ എത്രാമത്തെ പദമാണ്? 9ാമത്തെ പദമാണ്. ഇനി അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് 1000 ഇതിലുള്ള ഈ ഒരു സീക്വൻസിലെ പദമാണോ അല്ലയോ എന്നുള്ളതാണ്. 12, 23, 34 എക്സെട്ര എന്നിട്ട് ചോദിച്ചേക്കുന്നത് 1000 ഈ സീക്വൻസിലെ പദമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് n ആയിട്ട് എടുത്തു. നമ്മുടെ ഫസ്റ്റ് ടേം എടുത്തു. ടേം ഡിഫറൻസ് എടുക്കാം. 1000 മൈനസ് 12 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 11 ആണ് നമുക്ക് കിട്ടിയത്. ദെൻ 1000 മൈനസ് 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 988 കിട്ടും. 988 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 11. അവിടെ നിന്ന് n മൈനസ് 1 ഈക്വൽ ടു 988 ഇൻറ്റു 11 ഇവിടെ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 988 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ 8 ടൈംസ് 88. ബാക്കി നമുക്ക് കിട്ടുന്നത് 9 മൈനസ് 8 108. 108 9 ടൈംസ് 99. ബാക്കി നമുക്ക് എത്ര കിട്ടും? 108 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒന്ന് കടം എടുക്കുമ്പോൾ ഇവിടെ 18. 18 മൈനസ് 9 9. ബാക്കി ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 89 9/11 ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. പൂർണ്ണസംഖ്യ അല്ലാത്തത് കൊണ്ട്, അതായത് ഒരു നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? 1000 ഈസ് നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. 1000 ഈസ് നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. ഗിവൺ സീക്വൻസിൽ ടേം അല്ല 1000 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 21, 32, 43 എക്സെട്ര. ഇതിൽ ഫസ്റ്റ് നമുക്ക് ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഈസ് എ ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 100 ഞാനിവിടെ എഴുതി. ഇത് എന്ത് ടേം ആയിട്ട് കൺസിഡർ ചെയ്തേ? ഇത് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതി. ടേം ഡിഫറൻസ് 100 മൈനസ് 21 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. അപ്പോൾ 32 മൈനസ് 21 ചെയ്യുമ്പോൾ 2 മൈനസ് 1 1, 3 മൈനസ് 2 1, 11. ഓക്കെ, 100 മൈനസ് 21 ചെയ്തേ. 100 മൈനസ് 21 എത്ര കിട്ടും? 100 നിന്ന് 20 പോകുമ്പോഴത്തേക്കും 80. 80 നിന്ന് 1 കുറച്ചാൽ മതി. അന്നേരം നമുക്ക് കിട്ടുന്നത് എത്രയാ? 79. അപ്പോൾ ആൻസർ വിൽ ബി 79. അപ്പോൾ 79 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 11. ഓക്കെ, അവിടെ നിന്ന് n മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇൻറ്റു 11 അല്ലേ? ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 11 ആവും. അപ്പോൾ 79 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് പോകത്തില്ല. 6 ടൈംസ് 66 ആണ്. ബാക്കി 9 മൈനസ് 6 3, 7 മൈനസ് 6 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. 6 ആൻഡ് 13/11 എന്ന് പറഞ്ഞിട്ടാണ് n മൈനസ് 1 കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തല്ല 100 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോട്ട് എ ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചോദിച്ചേക്കുന്നത് 1000 ഈ ഒരു സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. 1000. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ സീക്വൻസ് ഒന്നുകൂടെ എഴുതാം. 21, 32, 43 എക്സെട്ര. എന്നിട്ട് 1000 ഇതിലെ ടേം ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ടേം? ഇത് ഫസ്റ്റ് ടേം. ടേം ഡിഫറൻസ് 1000 മൈനസ് 21 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 11. ഓക്കെ, സോ 11. ഇനി 1000 മൈനസ് 21 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 979 ചെയ്യണോ? ചെയ്തു തരാം. 1000 മൈനസ് 21. അപ്പോൾ 0 ഇന്ന് 1 പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കടം എടുക്കും. കടം എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. അത് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഇവിടെ ഇങ്ങോട്ട് കൊടുക്കും. അന്നേരം ഇത് 10 ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ 10 ആവും. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ 10 ആവുന്നത്. അപ്പോൾ 10 മൈനസ് 1 എത്രയാ?
9 ഇവിടെ 9 ആയി. അപ്പോൾ 9 മൈനസ് 2 7, വീണ്ടും ഇവിടെ 9, അപ്പോൾ 979. 979 ആണ് കിട്ടുന്നത്. നമുക്കറിയാം അതൊക്കെ ബേസിക് മാത്സ് ആണ്, സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 979 is equal to n minus 1 into 11. അവിടെ നിന്ന് n minus 1 is equal to 979. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 11. അപ്പോൾ 979 ഡിവൈഡഡ് ബൈ 11 നമുക്ക് ചെയ്യാം. 8 ടൈംസ് 88 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ 17 മൈനസ് 8 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുക? 9. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ ഈ 9 താഴെ ഇറക്കി 89. അപ്പം അന്നേരം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? n മൈനസ് 1 is equal to 89. അവിടെ നിന്ന് n is equal to 89 മൈനസ് 1 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ +1 വിച്ച് ഇസ് ഈക്വൽ ടു 90. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ 90th ടേം ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വൃത്തിയായിട്ട് ചെയ്യാം നമുക്ക്. 1/4, 1/2, 3/4 എക്സെട്ര. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 3 ഈസ് ദ ടേം ഓഫ് ദ സീക്വൻസ്. ഈ ഒരു സീക്വൻസിലെ ടേം ആണോ 3 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ 3നെ nth ടേം ആയിട്ട് എടുത്തു. 1/4 നമ്മുടെ ഫസ്റ്റ് ടേം ഡിഫറൻസ് കണ്ടുപിടിക്കാം. 3 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് d ഹിയർ? 1/2 മൈനസ് 1/4. എടാ അരയിൽ ഒരു കാല് കുറയ്ക്കുമ്പോൾ കാലല്ലേ കിട്ടുക അല്ലേ? ഇനി അത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 4 4 മൈനസ് 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 എത്ര കിട്ടും? 8 ഈക്വൽ ടു 4 മൈനസ് 2 ഡിവൈഡഡ് ബൈ 8. ഇത് നമുക്ക് വീണ്ടും വെട്ടി ചെയ്യാം. 2ൽ 2 ഒരു തവണ, 2ൽ 8 4 തവണ. അന്നേരം നമുക്ക് എത്ര കിട്ടി? 1/4. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലോജിക്ക് വെച്ച് തന്നെ പറയാം, അരയിൽ നിന്ന് ഒരു കാല് കുറയ്ക്കുമ്പോൾ കാലാണ് കിട്ടുന്നത്. കാരണം 2 കാൽ ചേരുമ്പോഴത്തേക്കാണ് ഒരു അര കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1/4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 1/4 ഇസ് ഈക്വൽ ടു, സോറി ഇവിടെ 1/4 അല്ലല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് 1/4. നമുക്കിനി 3 മൈനസ് 1/4. 3 നമുക്ക് 3/1 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3 ഇൻറ്റു 4 12 മൈനസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 4 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1/4. 12 മൈനസ് 1 എത്രയാണ്? 11. 11/4 ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 4. ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, അതിനങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എത്രയാണ് കിട്ടുന്നത്? n മൈനസ് 1 ഇസ് ഈക്വൽ ടു 11. അവിടെ നിന്ന് n ഇസ് ഈക്വൽ ടു 11. ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 ആകും, ഈക്വൽ ടു 12. സോ n ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഈ ഒരു സീക്വൻസിലെ ടേം ആണ് ഏത്? 3 എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതേ സീക്വൻസിൽ 1/4 1/2 3/4 എക്സെട്ര ഇതേ സീക്വൻസിലെ ടേം ആണോ 4 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ്. ഇത് nth ടേം ആയിട്ട് എടുക്കുന്നു. അപ്പോൾ nth ടേം എന്ന് പറയുന്നത് 4 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 1/4 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ 4 ഇൻറ്റു 4 16 മൈനസ് 1. 4നെ 4/1 എന്ന് എഴുതാം. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 ഈക്വൽ ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. 16 മൈനസ് 1 15. 15/4 ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി n മൈനസ് 1 ഇസ് ഈക്വൽ ടു 15. അവിടെ നിന്ന് n ഇസ് ഈക്വൽ ടു 15. ഈ -1 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ +1 ഈക്വൽ ടു 16. നമുക്ക് എന്താ കിട്ടിയത്? ഈ ഒരു സീക്വൻസിലെ 16ാമത്തെ പദമാണ് ഇത് 4 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 3/4 1 1/2 2 and 1/4 എക്സെട്ര. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു സീക്വൻസിൽ 3 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ടേം ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 3നെ ഞാൻ nth ടേം ആയിട്ട് എടുക്കുന്നു. 3/4 ഫസ്റ്റ് ടേം ആണ്. സോ അത് നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 1 1/2 മൈനസ് 3/4. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 1 1/2 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു 1 that is 2 plus 1 3/2 minus 3/4.
ഓക്കെ, മനസ്സിലായല്ലോ? 3/2 മൈനസ് 3/4. 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. ഈ 2 ഇല്ലേ, ഇതിനെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഈ 1 പ്ലസ് ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, മൈനസ് 3/4. ഇനി നമുക്ക് എൽ സി എടുക്കാം. ഇവിടുത്തെ എൽ സി എന്ന് പറയുന്നത് 2ഉം 4ഉം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൽ സി എന്ന് പറയുന്നത് 4 തന്നെയാണ്. നിങ്ങൾക്ക് എൽ സി എം എടുക്കാൻ അറിയില്ലേ? അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. എൽ സി എം എടുക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് 2, 4 നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2ൽ ഇത് 1 തവണ, ഇത് എത്ര തവണ? 2 തവണ. ഇനി അങ്ങോട്ട് പോകത്തില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 × 1 × 2 എത്ര കിട്ടും? എൽ സി എം 4. അപ്പോൾ 4 എൽ സി എം. ആ 4 എൽ സി എം ഇങ്ങനെ താഴെ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഓരോ ടേമിനെയും ആ എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 3/4 × 4 ഈക്വൽ ടു, ഈ 2ഉം 4 നമുക്ക് വെട്ടാം. 1 2s are 2, 2 2s are 4. അപ്പോൾ 3 × 2 എത്ര കിട്ടി? 6 മൈനസ് ഈ 4ഉം 4ഉം കട്ട് ചെയ്യാം, 3 ഡിവൈഡഡ് ബൈ 4. 6 മൈനസ് 3 3, 3/4. ആൻസർ എത്രയാ? 3/4. ഓക്കെ, നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3/4 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മുടെ ടേമിലോട്ട് വരാം. ടേം ഡിഫറൻസ് 3 മൈനസ് 3/4 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3/4. 3 നമുക്ക് 3/1 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3 × 4 12 മൈനസ് 1 × 3 3 ഡിവൈഡ് ബൈ 1 × 4 4 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3/4 ആണല്ലോ. 12 മൈനസ് 3 എത്രയാ? 12 മൈനസ് 3 എന്ന് പറയുന്നത് 9. 9/4 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. ഈ 4ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരുന്നത് എത്രയാ? ഓക്കെ, ബാക്കി നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. 9 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3. അതായത് n മൈനസ് 1 ഈക്വൽ ടു 9. ഈ 3 ഇപ്പുറത്ത് വരുമ്പോൾ, ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. 9 3 നമുക്ക് വെട്ടിച്ച് 1 3s are 3, 3 3s are 9. അപ്പോൾ n മൈനസ് 1 ഇസ് ഈക്വൽ ടു 3, n ഇസ് ഈക്വൽ ടു 3. ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 1 ഈക്വൽ ടു 4. നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഏത് ടേമാണ് എടുത്തത്? ആക്ച്വലി ഗിവൺ ടേം എന്ന് പറയുന്നത് ഏതാണ്? 3 അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് 3 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ 4th ടേം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സീക്വൻസ് തന്നെ, അതിൽ ആ സീക്വൻസിലെ ഒരു ടേം ആണോ 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സീക്വൻസ് ഒന്നുകൂടെ എഴുതാം. സീക്വൻസ് എന്താണ്? സീക്വൻസ് എന്ന് പറയുന്നത് 3/4 1 and half 2 and 1/4 എക്സെട്ര 4 എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കോമൺ ഡിഫറൻസ്? ഐ തിങ്ക് ഇറ്റ് ഇസ് 3/4. 3/4 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇത് ഞാൻ nth ടേം ആയിട്ട് എടുത്തു, ഇത് ഫസ്റ്റ് ടേം ആണ്. സോ 4 മൈനസ് 3/4 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3/4. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4ന് 4/1 എന്ന് എഴുതാം. 4 × 4 16 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഈ 4ഉം 4ഉം നമുക്ക് കട്ട് ചെയ്യാം. 16 മൈനസ് 3 എന്ന് പറയുന്നത് എത്ര വരും? 13. 13 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 3. അവിടെ നിന്ന് n മൈനസ് 1 ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു 3 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. അപ്പോൾ 13/3. 13/3 പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 4 ടൈംസ് 12 ആണ്, റിമൈൻഡർ 1. നമുക്ക് കിട്ടുന്നത് 4 and 1/3 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അതുകൊണ്ട് n എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയുന്നത് ഗിവൺ സീക്വൻസിലെ ടേം അല്ല എന്ന് പറയാം. ടേം ആണോ? അല്ല. ഇവിടുത്തെ ആൻസർ നോയാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടേം കണക്ഷൻസിനെ പറ്റി പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേം കണക്ഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.